السلام عليكم ورحمة الله وبركاته حمدا كثيرا طيبا مباركا فيه رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي إن شاء الله ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത് സൂറത്തുൽ ഫാത്തിഹനെ കുറിച്ചിട്ടാണ്. ഓക്കെ, നമ്മൾ നിസ്കാരത്തിലെല്ലാം ഓതുന്നതല്ലേ, അപ്പോൾ അത് എങ്ങനെയാണ് ഓതേണ്ടത് എന്നും സൂറത്തുൽ ഫാത്തിഹൻ്റെ ശ്രേഷ്ഠതയെ കുറിച്ചിട്ടുമാണ് ഇൻഷാ അല്ലാഹ് പറഞ്ഞു തരാൻ ഉദ്ദേശിക്കുന്നത്. അപ്പം സൂറത്തുൽ ഫാത്തിഹ എന്ന് പറയുന്നത് എന്താണ്? നമ്മൾ ഖുർആനിൽ ആദ്യം വായിക്കുന്നതും മുസ്ഹഫുകളിൽ ഒന്നാമതായിട്ട് എഴുതപ്പെട്ട സൂറത്ത് എന്ന നിലക്ക് ആണ് ഇതിനെ സൂറത്തുൽ ഫാത്തിഹ, അതായത് പ്രാരംഭം എന്ന് വിളിക്കുന്നത്. പ്രാർത്ഥന കൊണ്ട് ആരംഭിക്കുന്ന സൂറത്താണ് ഇത്. ഭൂരിഭാഗം പണ്ഡിതന്മാരുടെയും അഭിപ്രായത്തിൽ ഇതിനെ ഉമ്മുൽ കിതാബ്, ഖുർആനിൻ്റെ മാതാവ് എന്നും വിളിക്കുന്നുണ്ട്. തിർമിദി രേഖപ്പെടുത്തിയ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിൽ നിന്നുള്ള ഹദീസിൽ നമുക്ക് കാണാൻ പറ്റും, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് എന്താണ്? അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീന ഉമ്മുൽ ഖുർആനി വ ഉമ്മുൽ കിതാബി വ സബ്ഉൽ മസാനി വൽ ഖുർആനിൽ അസീം. എന്താണ് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ? അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ഉമ്മുൽ ഖുർആൻ അത് ഉമ്മുൽ ഖുർആനാണ്. അതുപോലെ വ ഉമ്മുൽ കിതാബി അത് ഉമ്മുൽ കിതാബാണ്. പിന്നെയോ വ സബ്ഉൽ മസാനി അത് ആവർത്തിതമായ 7 വചനങ്ങൾ ആണ്. വൽ ഖുർആനിൽ അസീം അത് മഹത്തായ പാരായണമാണ്. അതുപോലെ തന്നെ സൂറത്തുൽ ഫാത്തിഹന് അൽഹംദ് എന്നും അസ്വലാന്നും പേരുണ്ട്. അല്ലാഹു തആല പറഞ്ഞതായിട്ട്, അതായത് ഖുദ്സിയ ഹദീസാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പറഞ്ഞിട്ടുണ്ട് എന്നാണ്? ഖസംതു സ്വലാത്ത ബൈനി വ ബൈന അബ്ദി. പ്രാർത്ഥനനെ, അതായത് പ്രാർത്ഥന എന്ന് പറയുന്നത് ഇവിടെ ഖസംതു സ്വലാത്ത, പ്രാർത്ഥന എന്ന് ഉദ്ദേശിക്കുന്നത് ഫാത്തിഹൻ്റെ മറ്റൊരു പേരാണ് സ്വലാ എന്നുള്ളത്. അപ്പോൾ ഫാത്തിഹന എനിക്കും എൻ്റെ അടിമക്കും ഇടയിൽ എന്താണ്? 2ആയിട്ട് വിഭജിക്കപ്പെട്ടിരിക്കുന്നു. ഫഇദാ ഖാല അബ്ദു, എൻ്റെ അടിമ പറയുന്ന സമയം എന്താണ്? അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എൻ്റെ അടിമ പറയും, അള്ളാഹു പറയും ഖാലല്ലാഹു ഹമിദനി അബ്ദി, എൻ്റെ അടിമ എന്നെ സ്തുതിച്ചിരിക്കുന്നു എന്ന് അള്ളാഹു മറുപടി പറയും. ഈ ഹദീസ് ഇൻഷാ അല്ലാഹ് നമുക്ക് കുറച്ച് കഴിഞ്ഞ് വിശദമായിട്ട് നോക്കാം. അതുപോലെ ഫാത്തിഹന അസ്വലാന്നും വിളിക്കുന്നുണ്ട്. കാരണം എന്താണ്? നമ്മളെ നിസ്കാരത്തിൽ ഇപ്പം നമ്മൾ പറഞ്ഞല്ലേ, ഇതിൽ സ്വലാത്ത് എന്നുള്ളത് ഫാത്തിഹൻ്റെ മറ്റൊരു പേരാണ്. എന്തുകൊണ്ട്? നമ്മളെ നിസ്കാരത്തിൽ ഒഴിച്ചു കൂട്ടാൻ പറ്റാത്തതാണ് അല്ലേ? ഫാത്തിഹ ഇല്ലെങ്കിൽ നമ്മളെ നിസ്കാരം കറക്റ്റ് അല്ല. ഫാത്തിഹൻ്റെ അർത്ഥം എന്താണ്? പ്രാർത്ഥനയുടെ അധ്യായം എന്നും കൂടി അർത്ഥമുണ്ട്, അതായത് ദുആ. അതുപോലെ സൂറത്തുൽ ഫാത്തിഹൻ്റെ മറ്റൊരു പേരാണ് അഷിഫ, ചികിത്സ. അതുപോലെ വേറൊരു പേരും കൂടി ഉണ്ട്, റുഖയ്യ, അതായത് പ്രതിവിധിയാണ്. അതായത് നമുക്കൊരു ഹദീസ് കുറച്ച് കഴിഞ്ഞാൽ നോക്കാം. അബൂ സഈദുൽ ഖുദരി ഒരു ഹദീസ് തന്നെ വരുന്നുണ്ട്. ഒരു ഗോത്രത്തലവന് സൂറത്തുൽ ഫാത്തിഹ മന്ത്രിച്ചിട്ട് ഭേദപ്പെടുത്തിയ ഒരു സംഭവം വിവരിക്കുന്നിടത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ ഒരു വിവരം അറിഞ്ഞേരം ഫാത്തിഹനെ കുറിച്ചിട്ട് എന്താണ് പറഞ്ഞത്? വമാ യുദ്രീക അയ്യുഹ റുഖിയ, വമാ യുദ്രീക അന്നഹ റുഖിയ, അതൊരു റുഖിയാണെന്ന് നിങ്ങൾക്ക് എങ്ങനെ മനസ്സിലായി? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചോദിച്ചതായിട്ട് പറഞ്ഞതായിട്ട് നമുക്ക് കാണാൻ പറ്റും. അതുപോലെ സൂറത്തുൽ ഫാത്തിഹ മക്കയിലാണ് അവതരിച്ചത്. ഇബ്നു അബ്ബാസ് അതുപോലെ ഖത്താദ, അബുൽ ആലിയ ഇവരുടെ എല്ലാം അഭിപ്രായത്തിൽ എന്താണ്? അത് മക്കി സൂറയാണ്. ഓക്കെ, അതുപോലെ തന്നെ സൂറത്തുൽ ഫാത്തിഹയിലെ വാക്കിൻ്റെയും അക്ഷരങ്ങളുടെ എണ്ണം നോക്കുകയാണെങ്കിൽ സൂറത്തുൽ ഫാത്തിഹയിൽ 25 പദങ്ങളും 113 അക്ഷരങ്ങളും നമുക്ക് അതിൽ കാണാൻ പറ്റും. പിന്നെ അതുപോലെ സൂറത്തുൽ ഫാത്തിഹയിൽ അടങ്ങിയ ആയത്തുകളുടെ എണ്ണം, അത് സൂറത്തുൽ ഫാത്തിഹയിൽ 7 ആയത്തുകൾ അടങ്ങിയിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ പണ്ഡിതന്മാർക്കിടയിൽ അഭിപ്രായ വ്യത്യാസം ഇല്ല. പിന്നെ വ്യത്യാസമുള്ള എന്തിലാണ്? ഇപ്പോൾ നമ്മളിപ്പോൾ ഇവിടെ കാണുന്നത് എങ്ങനെയാണ്? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, അത് സൂറത്തിൽ ഉൾപ്പെട്ട ആയത്താണോ അതല്ല അത് സ്വതന്ത്രമായിട്ടുള്ള ആയത്താണോ എന്നുള്ള കാര്യത്തിലാണ് പണ്ഡിതന്മാർക്കിടയിൽ അഭിപ്രായ വ്യത്യാസം ഉള്ളത്. അതായത് ഖൂഫയിലെ ഖുറാക്കളിൽ ഭൂരിപക്ഷവും പറഞ്ഞത് ബിസ്മി എന്നത് അതിൻ്റെ തുടക്കത്തിലുള്ള സ്വതന്ത്രമായിട്ടുള്ള ആയത്ത് മാത്രമാണെന്നാണ് പറഞ്ഞിട്ടുള്ളത്. എന്നാൽ സഹാബാക്കൾ, താബീകൾ, പിൽക്കാലത്തുള്ള പണ്ഡിതന്മാരെല്ലാം പലരും അഭിപ്രായപ്പെട്ടത് എന്താണ്? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്നുള്ളത് അത് ഫാത്തിഹയിൽ ഉൾപ്പെട്ട ഒരായത്താണ്. അതുകൊണ്ട് നമ്മൾ ഫാത്തിഹയിൽ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം 1ാമത്തെ ആയത്തായിട്ടാണ് ഇവിടെ കാണുന്നത്. എന്നാലോ മറ്റു സൂറകളിൽ എന്താണ്? അത് സ്വതന്ത്രമായിട്ട് നിലനിൽക്കുന്ന ആയത്താണ്. മറ്റു സൂറത്തിൽ നമ്മൾ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്നുള്ളത് എങ്ങനെയാണ് കാണുന്നത്? 1ാമത്തെ ആയത്തായിട്ടല്ല കാണുന്നത്. അപ്പോൾ ബിസ്മിയെ സൂറത്തുൽ ഫാത്തിഹയിൽ 1ാമതായിട്ട് ഉൾപ്പെടുത്തിയ ആൾക്കാർ, അതായത് നമ്മളിപ്പോൾ ഇവിടെ കാണുന്നത് എങ്ങനെയാണ്? 7 ആയത്ത് കാണുന്നത്. അപ്പോൾ നമ്മളിവിടെ 7ാമത്തെ ആയത്ത് സിറാത്തുൽ ലദീന അൻഅംത അലൈഹിം ഗൈറിൽ മഗ്ദൂബി അലൈഹിം വലദ്ദാലീൻ, ഈ 7ാമത്തെ ആയത്തിന് നമ്മൾ ഒന്നായിട്ടാണ് കാണുന്നത്. എന്നാൽ ബിസ്മിന സൂറത്തുൽ ഫാത്തിഹയിൽ ഉൾപ്പെടുത്താത്ത ആൾക്കാർക്ക് അവരെന്താണ് ചെയ്തത്? ഈ 7ാമത്തെ ആയത്തിനെ 2ആയിട്ട് വേർതിരിച്ചു.
ഇപ്പം മറ്റുള്ള ഖിറാത്തിൽ എങ്ങനെയാണ് വന്നതെന്ന് വെച്ചാൽ സിറാത്തുല്ലദീന അൻഅംത അലൈഹിം ഗൈരിൽ മഗ്ദൂബ്. അപ്പം അവിടെ സിറാത്തുല്ലദീന അൻഅംത അലൈഹിം അവിടെ അങ്ങനെയാണ്. അതായത് സിറാത്തുല്ലദീന അൻഅംത അലൈഹിം എന്നുള്ളത് ഒരായത്തും, എന്നിട്ട് ഗൈരിൽ മഗ്ദൂബി അലൈഹിം വലദ്ദാലീൻ എന്നുള്ളത് 7ാമത്തെ ആയത്തായിട്ടാണ് അവിടെ കൊടുത്തിട്ടുള്ളത്. ഓക്കെ, എന്തായാലും സൂറത്തുൽ ഫാത്തിഹയിൽ 7 ആയത്താണ് എന്നുള്ള കാര്യത്തിൽ പണ്ഡിതന്മാർക്കിടയിലൊന്നും ഒരു അഭിപ്രായ വ്യത്യാസവും ഇല്ല. അപ്പം സൂറത്തുൽ ഫാത്തിഹക്ക് ഇനി ഉമ്മുൽ കിതാബ് എന്ന് പേര് കിട്ടാനുള്ള കാരണം അത് നമുക്ക് എന്താണെന്നുള്ളത് നോക്കാം.